ന്യൂസ് 16 കേരള. ഉംറ വിസക്കാർക്ക് ജൂൺ 6-നകം രാജ്യം വിടണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. സൗദിയിലുള്ള ഉംറ വിസക്കാർക്ക് ഹജ്ജിന് മുമ്പായി രാജ്യം വിടാനുള്ള അവസാന തീയതി ദുൽഖഅദ് 29 ജൂൺ 6 ആണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഉംറ വിസക്കാർക്ക് സൗദി വിടേണ്ട അവസാന ദിവസം ദുൽഖഅദ് 15 മെയ് 23 ആണെന്ന് മന്ത്രാലയം ഞായറാഴ്ച ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഒരാളുടെ അന്വേഷണത്തിന് മറുപടി നൽകിയിരുന്നു. ഇത് സൗദിയിലെ പ്രാദേശിക പത്രങ്ങളടക്കം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഇതേ വിഷയം വീണ്ടും ചോദിച്ചപ്പോൾ നൽകിയ ഔദ്യോഗിക വിശദീകരണത്തിലാണ് ഉംറ വിസക്കാർക്ക് ദുൽഖഅദ് 29 ജൂൺ 6 രാജ്യം വിട്ടാൽ മതിയെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വീണ്ടും മറുപടി നൽകിയത്. ഈ ദിവസത്തിനകം എല്ലാ ഉംറ തീർത്ഥാടകരും സൗദി വിടണം. ഹജ്ജിന് മുന്നോടിയായി വർഷം തോറും ഏർപ്പെടുത്തുന്നതാണ് ഈ നിയന്ത്രണം. ഹജ്ജ് ഒരുക്കത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ഉംറ വിസക്കാർക്ക് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം പാലിക്കുന്നത് അധികൃതർ കർശനമായി നിരീക്ഷിക്കും. വിസയിൽ കാലാവധി അവശേഷിക്കുന്നുണ്ടെങ്കിലും നിശ്ചിത തീയതികൾക്കും മടങ്ങൽ നിർബന്ധമാണ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കടുത്ത പിഴ ഉൾപ്പെടെയുള്ള നടപടി നേരിടേണ്ടിവരുമെന്നും അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് മുഹറം 1-നാണ് പുതിയ ഉംറ തീർത്ഥാടകർക്ക് സൗദി വിസ അനുവദിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് നിശ്ചിത സമയത്ത് മടങ്ങിപ്പോകുന്നതിനാൽ 24 മണിക്കൂറിനകം ഹജ്ജ് ഉംറ മന്ത്രാലയത്തെ അറിയിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉംറ സർവീസ് കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. തീർത്ഥാടകർ സൗദിയിൽ നിന്നും മടങ്ങിയിട്ടില്ലെന്ന് നിരീക്ഷിച്ച സമയം മുതൽ 24 മണിക്കൂറിനകം സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നുസ്ക് ഹജ്ജ് പ്ലാറ്റ്ഫോം വഴിയാണ് വിവരം നൽകേണ്ടതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിസ അനുവദിക്കുന്ന ദിവസം മുതൽ 3 മാസമായിരിക്കും ഉംറ വിസയുടെ കാലാവധി എന്ന് ഞായറാഴ്ച നൽകിയ മറുപടിയും മന്ത്രാലയം തിരുത്തിയിട്ടുണ്ട്. ഉംറ തീർത്ഥാടകർ സൗദിയിലെത്തുന്ന ദിവസം മുതൽ 3 മാസമായിരിക്കും രാജ്യത്ത് തങ്ങാനുള്ള കാലാവധി എന്ന് മന്ത്രാലയം അറിയിച്ചു. ദുൽഖഅദ് 15 മെയ് 23 മുമ്പേ ഉംറ വിസക്കാർക്ക് രാജ്യം വിടണമെന്ന ഞായറാഴ്ചയിലെ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് നിലവിൽ സൗദിയിലുള്ള നിരവധി മലയാളി കുടുംബങ്ങളെ നിരാശയിലാക്കിയിരുന്നു. നാട്ടിലെ സ്കൂൾ വെക്കേഷൻ ചിലവഴിക്കാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ ഇപ്പോൾ സൗദി ഉംറ വിസയിലെത്തിയിട്ടുണ്ട്. ജൂൺ ആദ്യവാരം സ്കൂൾ തുറക്കുമ്പോഴേക്കും മടങ്ങാനുള്ള വിമാന ടിക്കറ്റുകൾ എടുത്താണ് ഇവർ എത്തിയത്. മന്ത്രാലയത്തിൽ നിന്നുള്ള പുതിയ അറിയിപ്പ് ഇവർക്കെല്ലാം വീണ്ടും ആശ്വാസമായിരിക്കുകയാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.